വീണ്ടും കാട്ടാൻ ആക്രമണം. ഇടുക്കിയിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. അഹമ്മദാബാദിൽ കത്തിയമർന്ന വിമാനത്തിന്റെ FTR കണ്ടെത്തി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സമീപം കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. സീത എന്ന സ്ത്രീയാണ് മരിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയപ്പോഴായിരുന്നു ആക്രമണം. വനത്തിനുള്ളിൽ മീൻമുട്ടി എന്ന സ്ഥലത്ത് വെച്ച വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. സീതയുടെ ഭർത്താവ് ബിനുവിനും ആക്രമണത്തിൽ പരിക്കേറ്റു. ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ 2 മക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വനംവകുപ്പ് സീതയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണം തിങ്കളാഴ്ച കൈമാറുമെന്നും വനംവകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം കത്തിയമർന്ന AE-171 വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ കണ്ടെത്തി. ഗുജറാത്ത് ADS ആണ് FTR കണ്ടെത്തിയത്. അപകടവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങളിൽ നിർണായകമാണ് FTRന്റെ കണ്ടെത്തൽ. താമരശ്ശേരി ചുരത്തിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ലോറി സംരക്ഷണ വേലിയിൽ തട്ടി നിന്നു. ഒഴിവായത് വൻ ദുരന്തം. താമരശ്ശേരി ചുരം 9ാം വളവിലാണ് സംഭവം. ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ലോറി റോഡിൽ നിന്ന് തെന്നിമാറി സുരക്ഷാ വേലി തകർത്തു. കൊക്കയിൽ ചാടാതെ തലനാരിഴയ്ക്കാണ് വൻ അപകടത്തിൽ നിന്ന് ലോറി രക്ഷപ്പെട്ടത്. ലോറിയുടെ മുൻഭാഗത്തെ ഒരു വശത്തെ ടയർ പുറത്തു ചാടിയ നിലയിലാണ്. വയനാട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിനി രഞ്ജിത ജി നായരുടെ കുടുംബത്തെ സന്ദർശിച്ച മന്ത്രി വീണ ജോർജ്. പൊട്ടിക്കരഞ്ഞ രഞ്ജിതയുടെ അമ്മയെയും മകളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മന്ത്രി വിഷമിച്ചു. രഞ്ജിതയുടെ മരണത്തിൽ മന്ത്രി അനുശോചനം അറിയിച്ചു. സർക്കാർ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും എയർ ഇന്ത്യയുമായും ഗുജറാത്ത് സർക്കാരുമായും ബന്ധപ്പെട്ടുവെന്നും അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ 2 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റെ, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE ഈ നാടിന്റെ ധൈര്യം. മാലിന്യം വലിച്ചെറിയുന്നത് തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്താൽ ചുമത്തുന്ന പിഴയുടെ 4/1 തുക പാരിതോഷികമായി നൽകുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്. 2500 രൂപ പാരിതോഷികമെന്ന പരിധി ഒഴിവാക്കി. ഇതോടെ ഗുരുതരമായി കുറ്റകൃത്യം തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഉയർന്ന പാരിതോഷികം ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നടപടി. തെളിവുകളോടെ വിവരം നൽകുന്ന എല്ലാവർക്കും പാരിതോഷികം ലഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. തൃക്കരിപ്പൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തുടർച്ചയായി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ബന്ധുക്കളായ 2 പേരെ ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പെൺകുട്ടിയെ 70ഉം 48ഉം പ്രായമുള്ള ബന്ധുക്കളാണ് പീഡിപ്പിച്ചത്. നിലവിൽ 8ാം ക്ലാസ്സിലാണ് പെൺകുട്ടി പഠിക്കുന്നത്. വിദ്യാലയത്തിൽ നടത്തിയ കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി പീഡന വിവരം പറഞ്ഞത്. സ്കൂൾ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു.
87-8 ഡ്രീം ലൈനർ വിമാനം തകർന്നുണ്ടായ ദുരന്തത്തിൽ അഹമ്മദാബാദ് വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജ് വളപ്പും പ്രധാനമന്ത്രി സന്ദർശിച്ചു. വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് മെഡിക്കൽ കോളേജ് വളപ്പിലെ കെട്ടിടത്തിലേക്ക് വിമാനം വീണ പരിക്കേറ്റവരെ പ്രധാനമന്ത്രി ആശുപത്രിയിൽ സന്ദർശിച്ചു. വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായ വിശ്വാസ് കുമാറിനെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ, CEO എന്നിവരുമായും വിമാനത്താവളത്തിൽ ചർച്ച നടത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന വകുപ്പ് ഭേദഗതി ചെയ്തെങ്കിലും ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ അഭിപ്രായം അറിയിക്കാനും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, PM മനോജ് എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരം നൽകുന്ന 13ാം വകുപ്പ് ദുരന്ത നിവാരണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയതായി കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു കോടതിയുടെ പ്രതികരണം. സംബന്ധിച്ച എത്രയും വേഗം ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടു. താൻ ഒന്നിനു പുറകെ ഒന്നായി ഇറാന് അവസരങ്ങൾ നൽകിയെന്നും ട്രംപ് പറഞ്ഞു. ഇറാനോട് ശക്തമായ വാക്കുകളിൽ പറഞ്ഞിട്ടും ആണവ കരാർ യാഥാർത്ഥ്യമായില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് ശക്തമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അടുത്ത ആക്രമണം ഇതിലും ക്രൂരമായിരിക്കും. ഒന്നും അവശേഷിക്കാതെ ആകുന്നതിനു മുൻപ് ഇറാൻ ഉടമ്പടിക്ക് തയ്യാറാകണമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. US-ഉം ഇറാനും തമ്മിൽ ആണവ കരാറിനായുള്ള ചർച്ചകൾ 6ാം ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെങ്കിലും ആക്രമണത്തിൽ US-ന് പങ്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.